The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. സുഗതകുമാരി സ്വാതന്ത്ര്യസമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ്റെയും സംസ്കൃതം പ്രൊഫസറായിരുന്ന കാർത്യായനി അമ്മയുടെയും മകളായി 1934 ജനുവരി 22 ആറന്മുളയിൽ ജനിച്ചു. കാവ്യകൈരളിയുടെ മുറ്റത്ത് കത്തിനിന്ന നിറദീപം, മലയാളത്തിൻ്റെ ഹരിതഹൃദയത്തിൻ്റെ മിടുപ്പ്, മലയാണ്മയുടെ മഹാസുഹൃതമായ കവി, അമ്മ എന്നിങ്ങനെയെല്ലാം സുഗതകുമാരി അറിയപ്പെടുന്നു. പരിസ്ഥിതിയെപ്പറ്റി ഇത്രയും ആകുലപ്പെട്ട മറ്റൊരു ജീവിതം കാണാൻ പ്രയാസമായിരിക്കും. സഹ്യനേൽക്കുന്ന ഓരോ മുറിവും അവരെ വേദനിപ്പിച്ചു. അതിനായി ഐതിഹാസികമായ സമരങ്ങൾ നടത്തി, പരിഹാസശരമേറ്റു മുറിയാതെ കവിതകൾ എഴുതി, സൈരന്ധ്രി വനത്തെ കാത്തുസൂക്ഷിച്ചു, കൃഷ്ണവനത്തെ പരിപോഷിപ്പിച്ചു, പള്ളിയോടങ്ങൾ ചാഞ്ചാടുന്ന പമ്പാതീരഭൂമിയെ കവരുന്നതിനെ എതിർത്തു. പ്രകൃതിക്കായി അവർ അധികാരികളുമായി നിരന്തരം കലഹിച്ചു. അതുപക്ഷേ നമ്മുടെ ഭാവിക്കു വേണ്ടിയായിരുന്നു, നിലനിൽപ്പിനു വേണ്ടിയായിരുന്നു എന്നത് നമ്മൾ സൗകര്യപൂർവ്വം മറന്നു. മരക്കവി എന്ന പരിഹാസം അമരകവിയെ തളർത്തിയില്ല. ആശയറ്റ സ്ത്രീജന്മങ്ങൾക്കും മനസ്സറ്റുപോയ ജീവിതങ്ങൾക്കും പാവം മാനവ ഹൃദയങ്ങൾക്കും അവർ അഭയമുദ്രയണിഞ്ഞ ദേവിയായിരുന്നു. തൻ്റെ അവസാന അഭിലാഷങ്ങൾ മാതൃഭൂമിയോട് അവർ പങ്കുവച്ചിട്ടുണ്ട്. തൻ്റെ ഓർമ്മയ്ക്ക് ഒരു ആൽമരമുണ്ടാവണം എന്നു മാത്രമായിരുന്നു ആ ആഗ്രഹം. ചുവന്ന പഴങ്ങളുണ്ടാകുന്ന ആൽമരം. ഒരുപാട് പക്ഷികൾ അതിൽ വരും. തത്തകളൊക്കെ വന്ന് പഴങ്ങൾ തിന്നുന്ന അഭയവൃക്ഷം. അതിൻ്റെ പുറത്ത് ഒന്നും എഴുതി വയ്ക്കരുത്, അവിടെ ചിതാഭസ്മവും കൊണ്ടുവയ്ക്കരുത്. ആ ആൽമരം എവിടെ നടണമെന്നും എഴുതി വച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പേയാട്. മനസ്സിൻ്റെ താളം തെറ്റിയ നിരാലംബർക്കായി അവർ പടുത്തുയർത്തിയ അഭയയുടെ പിറകുവശത്തെ പാറക്കൂട്ടത്തിനടുത്ത്. താപത്തെ തടയുന്ന, വേരറ്റു വീഴാത്ത മഹാവൃക്ഷമായി അത് വളർന്നു പടർന്ന് തണൽ തരട്ടെ. ഇതായിരുന്നു അവരുടെ അവസാനത്തെ അഭിലാഷം. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ അവസാനമായി സുഗതകുമാരിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞതിങ്ങനെ: ചേച്ചിയും സുജാതയും പോയി, ഇനി ഞാൻ മാത്രം എന്തിനു കിടക്കണം? ജീവിതത്തിൽ ഞാൻ എന്തിനു വേണ്ടി പോരാടിയോ ആ അധർമ്മശക്തികളെല്ലാം വീണ്ടും പുനർജീവിക്കുന്നു. മലകളും പുഴകളും നശിക്കുന്നു. സഹ്യാദ്രിയിൽ പോലും പാറകൾ പൊട്ടിക്കലും മരം മുറിക്കലും തകൃതിയായി നടക്കുന്നു. മദ്യവും മയക്കുമരുന്നും നാടിനെ മുടിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അക്രമങ്ങളും കൊലപാതകങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിനെതിരെ പോരാടുവാൻ എനിക്ക് ശക്തിയില്ല. എത്രയും വേഗം ലോകത്തു നിന്നും പോകണം. എനിക്കിനി അധിക കാലമില്ല. എൻ്റെ മരണം അടുത്തിരിക്കുന്നു. എൻ്റെ ശവശരീരത്തിൽ ഒരു പൂവും ഇടാൻ പാടില്ല. സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളൊന്നും എനിക്ക് വേണ്ട. ശരീരം തന്നെ മെഡിക്കൽ കോളേജിന് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ബന്ധുക്കൾ അതിനെതിരാണ്. അതിനാൽ ഇത്രയും വേഗം ശരീരം ശാന്തി കവാടത്തിൽ ദഹിപ്പിക്കണം. Hi children, welcome back. Hope everyone is doing good. In the previous class, we discussed about the line that touches a circle externally at one and only one point is called a tangent. Tangent. Okay, next one. The tangent at a point on a circle is perpendicular to the diameter through that point. Perpendicular to the diameter through that point. And third one, in a circle, the angles between the radii through
two points and the angle between the tangents at these points are supplementary. Okay, can we do some problems? Okay, the first one, the picture shows the tangents at 2 points on a circle and the radii through the points of contact. Here we have 3 sub-questions. We can do one by one. Okay, the first one, prove that the tangents have the same length. Here we have to prove the tangents have the same length. ഇതാണ് tangents. അല്ല, ഇതൊരു tangent ആണ്, ഇതൊരു tangent ആണ്. ഈ രണ്ട് ടാൻജൻറ്റും ഈക്വൽ ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ദിസ് ഇസ് ദ റേഡിയസ്. ഇതൊരു റേഡിയസ് ആണ്, ഇവിടെ ഒരു റേഡിയസ് വരച്ചിട്ടുണ്ട് അല്ലേ. സോ ഹിയർ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ദീസ് ടു ടാൻജൻസ് ആർ ഈക്വൽ ലെങ്ത്. ഓക്കെ, സോ ഫോർ ദാറ്റ് വി ക്യാൻ നെയിം ദിസ് ഫിഗർ. O is the center of the circle and OA and OB are the radii and PA and PB are the two tangents. Okay, so here we have to prove that PA equal to PB. ഈ രണ്ട് ടാൻജൻസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ PA equal to PB. Okay, so we know that this angle, that means angle OAP, ഒരു ടാൻജൻറ്റും അവിടെ ഡയമീറ്റർ അല്ലെങ്കിൽ റേഡിയസിലും ഉണ്ടാവുന്ന ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഓക്കെ, സോ OBP also 90 degree. Okay, here we can consider two triangles. Okay, that is consider the triangles, triangle OAP and triangle OBP. ഇങ്ങനെ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. കൺസിഡർ ട്രയാങ്കിൾ OAP ആൻഡ് ട്രയാങ്കിൾ OBP. വി നോ ദാറ്റ് ആംഗിൾ OAP ആൻഡ് ആംഗിൾ OBP ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, ആംഗിൾ OAP ഈക്വൽ ടു ആംഗിൾ OBP. ഇത് രണ്ടും 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഓക്കെ, ദെൻ OA equal to OB. OA equal to OB, that is radius. OA equal to OB. Radii of this triangle, this circle. Okay, so OA equal to OB. Then we know that ഈ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അതെപ്പോഴും എന്തായിരിക്കും? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ. ഇപ്പോൾ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഹൈപ്പോട്ടനസ് ആണ്. ഓക്കെ, അതുപോലെ ഇത് കോമൺ സൈഡും ആണ്. ഈ രണ്ട് ട്രയാങ്കിളിൻ്റെയും കോമൺ സൈഡാണ് ഇത് OP. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് OP ഈക്വൽ ടു OP. ഓക്കെ, സോ 90 ഡിഗ്രി ആണ്. അതുപോലെ ഈ സൈഡ് ഈക്വൽ ആണ്. Then the OP is the common side. So according to RHS test, RHS test means right angle hypotenuse. Right angle ആയിരിക്കണം, hypotenuse equal ആയിരിക്കണം, അതുപോലെ ഒരു സൈഡും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ ആണ് അല്ലേ. ദെൻ ഹൈപ്പോട്ടനസ് ഈക്വൽ, ദാറ്റ് ഇസ് OP ഈക്വൽ ടു OP. ഹൈപ്പോട്ടനസ് ഈക്വൽ. ദെൻ വൺ സൈഡ്, ദാറ്റ് ഈസ് OA ഈക്വൽ ടു OB. ഈ രണ്ട് സൈഡും ഈക്വൽ ആണ്. സോ അക്കോർഡിംഗ് ടു RHS test, these triangles are equal. That means triangle OAP equal to triangle OBP. Okay, so the triangles are equal. We know that equal angles opposite sides are also equal. അപ്പോൾ ഈ PAയും PBയും ഈക്വൽ ആയിരിക്കും. ട്രയാങ്കിൾ ഈക്വൽ ആയതുകൊണ്ട് ആ വേറെ ബാക്കിയുള്ള സൈഡും ഈക്വൽ ആയിരിക്കും. സോ വി ക്യാൻ റൈറ്റ് PA equal to PB. Okay, so here we have to prove that PA equal to PB. So we have considered triangle OAP and triangle OBP according to RHS test. Right angle, hypotenuse and one of this side. RHS test, these two triangles are equal. So the other side, that means PA equal to PB. ആ മൂന്നാമത്തെ സൈഡും ഈക്വൽ ആയിരിക്കും. PA equal to PB. So this is the first one. Okay. Next sub question. Prove that the line joining the center
and the point where the tangents meet bisects the angle between the radii. That means here we have to prove that OP is a bisector of angle AOB. Okay, so here we have to prove that angle POA equal to angle POB. Okay, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. So where the tangents meet bisects the angle between the radii. Okay, so PA and PB are the two tangents. Here we have to prove angle POA equal to angle POB. So for that we can consider the two triangles. Consider the triangles. Triangle PAO and triangle PBO. രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തു. So we know that angle PAO equal to 90 degree, angle PBO also 90 degree. Okay, angle PAO equal to angle PBO, which is equal to 90 degree. Okay, then PA equal to PB. So from the first sub question we know that PA equal to PB. From first സബ് ക്വസ്റ്റ്യൻ നമുക്കറിയാം പി എയും പി ബിയും ഈക്വൽ ആണ്, ഈ രണ്ട് ടാൻജൻസും ഈക്വൽ ആണെന്ന് അറിയാം. ഓക്കെ, ദെൻ വി നോ ദാറ്റ് ഒ എ ഈക്വൽ ടു ഒ ബി, ദറ്റ് ഇസ് റേഡിയൈ. ഒ എ ഈക്വൽ ടു ഒ ബി, റേഡിയസ് ആർ ഈക്വൽ. ഓക്കെ, സോ അക്കോർഡിംഗ് ടു SAS ടെസ്റ്റ് ഈ സൈഡിന് ഈക്വൽ ആണ്, അതുപോലെ ഒ എ ഈക്വൽ ടു ഒ ബി ആണ്, ദെൻ ദിസ് ആംഗിൾ ഓൾസോ ഈക്വൽ. അക്കോർഡിംഗ് ടു SAS ടെസ്റ്റ് these two triangles are equal. That means triangle PAO equal to triangle PBO. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആയതുകൊണ്ട് ഈക്വൽ സൈഡ്സ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് therefore angle POA equal to angle POB. Okay, so here is the proof. Okay, next sub question. Prove that this line is the perpendicular bisector of the chord joining the points of contact. So here we have to prove that OP is the perpendicular bisector of the chord AB. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പറയുമ്പോൾ ഈ രണ്ട് ആംഗിളും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഹിയർ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് OP ഈസ് ബൈസെക്ട്സ് ദ ലൈൻ ഓർ ദ കോഡ് AB. Okay, so we can consider, here we can give name X എന്ന് കൊടുക്കാം. Okay, so here we can consider triangle OAB. Consider triangle OAB. Okay, so OA and OB are the radius. OA equal to OB. OAയും OBയും ഈക്വൽ ആണെന്ന് അറിയാം. Okay, so this triangle is an isosceles triangle. അല്ലേ, രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഈ ട്രയാങ്കിളിൻ്റെ OAയും OBയും ഈക്വൽ ആണ്, അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് അറിയാം. ഓക്കെ, ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഈ വെർട്ടെക്സിൽ നിന്നും അതിൻ്റെ ബേസിലേക്ക് വരയ്ക്കുന്ന ലൈൻ ഇസ് എ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. സോ ദാറ്റ് വി ഹാവ് ഓൾറെഡി ലേൺഡ്. ഓക്കെ, triangle OAB is an isosceles triangle. The perpendicular from the vertex to the base bisects the base. Okay, so we can write OX is the perpendicular bisector of the chord AB.
Okay, so OX is the perpendicular bisector of the chord AB. Okay, clear? Next topic, chord and tangent. This picture shows the tangents at the two ends of a chord. ഓക്കെ, ഈ എ ബി എന്നുള്ള കോഡിൻ്റെ രണ്ട് എൻഡിലൂടെ ടാൻജൻസ് വരച്ചിട്ടുണ്ട്. ഓക്കെ, സോ വി നോ ദാറ്റ് ആംഗിൾ എ പി ബി, ഈ ആംഗിൾ എത്രയായിരിക്കും? ദ ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ടാൻജൻസ് ഇസ് ഈക്വൽ ടു ഹിയർ 140 ഡിഗ്രി, ദിസ് ആംഗിൾ ഇസ് 40 ഡിഗ്രി. ഓക്കെ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി. അപ്പോൾ ഇവിടെ 140 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 40 ഡിഗ്രി ആയിരിക്കും. സോ വാട്ട് അബൌട്ട് the angle between the chord and the tangent? ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ആംഗിൾസ് എത്രയായിരിക്കും എന്ന് നോക്കണം. ഓക്കെ, വി നോ ദാറ്റ് ദീസ് ടു ആംഗിൾസ്, ഇവിടെ ഈ ആംഗിൾ എത്രയാണെന്ന് അറിയാം, 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഈ ആംഗിൾ ടോട്ടൽ 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഓക്കെ, ദെൻ ഒ എ ആൻഡ് ഒ ബി ആർ ദ റേഡിയസ്. സോ ഇറ്റ് ഈസ് OAB is an isosceles triangle. Okay, so ഇത് 140 ഡിഗ്രി ആണെങ്കിൽ 180 മൈനസ് 140 വിച്ച് ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇവിടെ ടോട്ടൽ 180 ആണ്. അപ്പോൾ ഇത് 140 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 20 ഡിഗ്രി ആൻഡ് 20 ഡിഗ്രി. സോ ടോട്ടൽ ആംഗിൾ സം ഇസ് 180 ഡിഗ്രി. Okay, 140 plus 20 plus 20, that is 180 degree. Okay, so here we know that total it is 90 degree. അപ്പോൾ ഈ ആംഗിൾ എത്രയായിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും. ഇവിടെയും 70 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഫ്രം ദിസ് വി ക്യാൻ കൺക്ലൂഡ് ഈ കോഡും ഈ ടാൻജൻറ്റിനും ഉണ്ടാവുന്ന ആംഗിൾ 70 ഡിഗ്രി ആണെന്ന് കിട്ടി അല്ലേ? അപ്പോൾ ഈ 140യുടെ ഹാഫ് ആയിരിക്കും അല്ലേ? സോ ഹിയർ ഇറ്റ് ഈസ് 140, ദിസ് ആംഗിൾ വിൽ ബി 70 ഡിഗ്രി. ഓക്കെ, സോ ഫോർ എക്സാമ്പിൾ, ഫോർ അനദർ എക്സാമ്പിൾ, ഇപ്പോൾ ഇവിടെ 100 ആണെന്ന് വെച്ചോളൂ. ഈ സെൻട്രൽ ആംഗിൾ ഇവിടെ 100 ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ കോഡും ഇവിടെ ഉണ്ടാവുന്ന ടാൻജൻറ്റും തമ്മിലുള്ള ആംഗിൾ 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ക്ലിയർ? സോ വി ക്യാൻ റൈറ്റ് in a circle the angle between a chord and tangent at either end is half the central angle of the chord. So here the central angle is 140 degree, then angle between the chord and the tangent it is 70 degree. അപ്പോൾ ഇവിടെയും 70 ഡിഗ്രി ആണ്, ഇവിടെയും 70 ഡിഗ്രി ആണ്. ഓക്കെ, half the central angle of the chord. Okay, next one, say this picture, what is the angle between the tangent and the chord? ഈ ടാൻജൻറ്റും ഈ കോഡിലും ഇവിടെ ഉണ്ടാവുന്ന ആംഗിൾ എത്രയായിരിക്കും? സോ ഹിയർ ഗിവൺ ഓൺലി ദിസ് 50 ഡിഗ്രി. O is the center of the circle. അപ്പോൾ ആദ്യം തന്ന പിക്ചർ പോലെയല്ല, ഇവിടെയാണ് 50 ഡിഗ്രി കൊടുത്തിരിക്കുന്നത്. Okay, so here we have to find out the angle between the chord and the tangent. Okay, so we know that here it is 50 degree. So what about the central angle? ഈ central angle ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 50 ആണെങ്കിൽ the central angle will be 100 degree, isn't it? So ഇവിടെ 50 ആണെങ്കിൽ ഇത് 100 degree ആയിരിക്കും. ഓക്കെ, സോ ഹാഫ് ഓഫ് ദ സെൻട്രൽ ആംഗിൾ ഇവിടെ 100 ആണ്, അപ്പോൾ ഇവിടെ 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സോ ഫ്രം ദ ഫസ്റ്റ് വി നോ ദാറ്റ് ഇത് 100 ഡിഗ്രി ആണെങ്കിലോ, സോ ഹിയർ ഇറ്റ് വിൽ ബി ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ. അപ്പോൾ ഇവിടെ 100 ആയതുകൊണ്ട് ഇവിടെയും 50 ആയിരിക്കും, ഇവിടെയും 50 ആയിരിക്കും. Okay, so here the angle between the chord and the tangent is half the central angle. So ഇവിടെ 50 തന്നിട്ടുണ്ട്, so central angle will be 100 degree. So ഇത് 100 ആയതുകൊണ്ട് ഇവിടെയും 50 ആയിരിക്കും. ഓക്കെ, സോ വേറൊരു രീതിയിൽ നമുക്ക് പറയാം, ഈ കോഡും ഈ ടാൻജൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ 50 ഡിഗ്രി ആണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 50 ഡിഗ്രി തന്നിട്ടുണ്ടെങ്കിൽ ഈ കോഡ് സർക്കിളിൽ എൻഡ് ചെയ്യുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ 50 തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, എന്താ അത്? സോ ഈ കോഡും ഈ ടാൻജൻറ്റും തമ്മിലുണ്ടാവുന്ന ആംഗിൾ ബിറ്റ്വീൻ ദ കോഡ് ആൻഡ് ദ ടാൻജൻറ്റ് ഈസ് 50 ഡിഗ്രി.
സോ ഈ കോഡ് സർക്കിളിൽ എൻഡ് ചെയ്യുമ്പോൾ ഈ ആംഗിളും എന്ത് തന്നെയായിരിക്കും 50 ഡിഗ്രി ആയിരിക്കും. ഒന്നുകൂടെ ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ. സോ ഹിയർ ഫോർ എക്സാമ്പിൾ ഹിയർ ഇറ്റ് ഈസ് 60 ഡിഗ്രി, ദിസ് ആംഗിൾ വിൽ ബി 60 degree. Okay, see this picture. So here given the angle between the chord and the tangent is x degree. So what about angle ACB? Angle ACB also x degree. Okay, so for example here it is 65 degree. ഇത് 65 ഡിഗ്രി ആണെങ്കിൽ so what about angle ACB? Angle ACB also 65 degree. Okay, so in a circle the angle which a chord makes with the tangent at one end on any side is equal to the angle which it makes on the part of the circle on the other side. So ഈ കോഡും ഇവിടെ ഈ കോഡും ടാൻജൻറ്റും തമ്മിലുണ്ടാവുന്ന ആംഗിൾ ഓർ ദ ആംഗിൾ ബിറ്റ്വീൻ ദ കോഡ് ആൻഡ് ദ ടാൻജൻറ്റ് ഹിയർ ഇറ്റ് ഈസ് 65 ഡിഗ്രി അല്ലേ. ഈ 65 ഡിഗ്രി ഈ കോഡ് സർക്കിളിൽ എൻഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ആംഗിളിന് ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് ഇവിടെയും 65 ആണ്, ഇതിലും 65 ആണ്. ദാറ്റ് മീൻസ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, ക്ലിയർ? Okay children, do this problem as homework. Let's wind up today's session. Do practice well. See you in the next class. Thank you. Bye.